MSN ഫുട്ബോൾ ടോക്സിലേക്ക് അവർക്കും സ്വാഗതം. ലാ ലീഗിൽ ഇന്നലെ നടന്ന മത്സരമായിരുന്നു അത്ലറ്റിക്കോ മാഡ്രിഡ് വേഴ്സസ് റിയൽ ബെറ്റീസ്. ഇന്നലെ അത്ലറ്റിക്കോ മാഡ്രിഡ് റിയൽ ബെറ്റീസിനെ എതിരില്ലാത്ത 2 ഗോളുകൾക്കാണ് പരാജയപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഇന്നലത്തെ മത്സരത്തിൽ അത്ലറ്റിക്കോ മാഡ്രിഡ് ടീമിന് വേണ്ടി മിന്നും പ്രകടനമായിരുന്നു അവരുടെ ഗോൾ കീപ്പറായിട്ടുള്ള ജാൻ ഒബ്ലക്ക് പ്രകടനം കാഴ്ചവെച്ചത്. അതുപോലെ തന്നെ ഇന്നലത്തെ മത്സരത്തിൽ അത്ലറ്റിക്കോ മാഡ്രിഡ് ടീമിന് വേണ്ടി ഗോളുകൾ കണ്ടെത്തിയിരിക്കുന്നത് സിമിയോണി, ബഹൈന എന്നിവരായിരുന്നു. അതുപോലെ തന്നെ ഇന്നലത്തെ മത്സരത്തിൽ കളിയുടെ 3-ാമത്തെ മിനിറ്റിൽ തന്നെ സിമിയോണി ഇന്നലെ ഗോൾ കണ്ടെത്തിയിരിക്കുകയാണ്. അങ്ങനെ അത് അത്ലറ്റിക്കോ മാഡ്രിഡിന് വലിയൊരു ആശ്വാസം നൽകി. അതുപോലെ തന്നെ കളി ആദ്യ പകുതിയുടെ അവസാന ഇഞ്ചുറി മിനിറ്റിലോ ബഹൈന അത്ലറ്റിക്കോ മാഡ്രിഡിന് വേണ്ടി ഗോൾ കണ്ടെത്തിയതോടെ അങ്ങനെ 2 സ്കോറിന് അത്ലറ്റിക്കോ മാഡ്രിഡ് മുന്നിലെത്തി. അതിനുശേഷം സെക്കൻഡ് ഹാഫിൽ പിന്നീട് മെല്ലെ അത്ലറ്റിക്കോ മാഡ്രിഡ് ഡിഫൻസീവിലേക്ക് മെല്ലെ പോയി. അത് അത്ലറ്റിക്കോ മാഡ്രിഡിനെ ഒരു വലിയ വിജയം തന്നെയാണ് ഇന്നലെ സമ്മാനിച്ചത്. ഇന്നലത്തെ മത്സരത്തിൽ അത്ലറ്റിക്കോ മാഡ്രിഡിൻ്റെ സ്റ്റാറ്റിക്സ് നമ്മൾ നോക്കുമ്പോൾ ഇന്നലെ അവർക്ക് വെറും 43% മാത്രമേ പൊസിഷൻ ഉണ്ടായിരുന്നുള്ളൂ. അതുപോലെ തന്നെ ഒരു ബിഗ് ചാൻസ് ആയിരുന്നു അവർക്ക് ഇന്നലെ ലഭിച്ചിരുന്നത്. അതുപോലെ തന്നെ 9 ടോട്ടൽ ഷോട്ട് ചെയ്യപ്പോൾ ഷോട്ട് ഓൺ ടാർഗറ്റിലേക്ക് പോയത് വെറും 4 മാത്രമായിരുന്നു. എന്നാൽ ഇന്നലത്തെ മത്സരത്തിൽ മികച്ച രീതിയിൽ തന്നെയായിരുന്നു റിയൽ ബെറ്റീസ് കളിച്ചിരുന്നത്. പൊസിഷൻ നോക്കുമ്പോൾ അവർക്ക് 57% ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ 2 ബിഗ് ചാൻസ്, 17 ടോട്ടൽ ഷോട്ട് ഓൺ ടാർഗറ്റിലേക്ക് പോയതാണെങ്കിൽ 5. ഇന്നലെ മികച്ച രീതിയിൽ തന്നെയായിരുന്നു റിയൽ ബെറ്റീസ് കളിച്ചിരുന്നത്. എന്നാൽ അവർക്ക് ഇന്നലെ ഗോളുകൾ കണ്ടെത്താൻ കഴിഞ്ഞില്ല. അത് അവരുടെ ആരാധകരായാലും അവരുടെ ടീമിനെ ആയാലും വളരെ നിരാശപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ്. ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.